ഇന്ന് ഞാൻ നിങ്ങളോട് കുറച്ച് ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നു. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ നന്നായി തമാശ പറയുന്നു. വി വിൽ സീ. സോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടോ? എന്തുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല? എന്റെ ചോദ്യത്തിന് നിങ്ങൾ ഡയറക്റ്റ് ആൻസർ തരുന്നില്ല. മനസ്സിലായില്ല? ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്ന് ഉത്തരം നൽകൂ. അങ്ങനെയാണോ? ക്ലാരിറ്റി ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്കൊരിക്കലും അത് ലഭിക്കില്ല. ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. തീർച്ചയായും ഉണ്ട്. എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, അവരും ചെയ്യും. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ, അതായത് നിങ്ങളുടെ കയ്യിൽ പണമുണ്ട് പക്ഷേ നല്ല അവസരമില്ല, തീർച്ചയായും അത് സംഭവിക്കാം. അങ്ങനെ വന്നാൽ എന്ത് ചെയ്യും? നല്ല അവസരത്തിന് വേണ്ടി കാത്തിരിക്കും, അല്ലാതെന്താ? അതായത് നിങ്ങളുടെ കയ്യിൽ പണവുമുണ്ട് കൂടാതെ നല്ല ഓപ്പർച്യൂണിറ്റിയുമുണ്ട്, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? എന്താണ് ചെയ്യേണ്ടത്? ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനും ഇൻവെസ്റ്റ് ചെയ്യും. കൂടാതെ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു അവസരമുണ്ട് പക്ഷേ പണമില്ല, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ദുഃഖിതനാകുന്നു, നിരാശനാകുന്നു, അതിനെക്കുറിച്ച് ആലോചിച്ച് ദേഷ്യപ്പെടുന്നു. ഒരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഇല്ലാതായല്ലോ എന്നോർത്ത്. എന്റെ ഓഹരികൾ പണയം വെക്കുകയും നിക്ഷേപിക്കുകയും ചെയ്യും. എന്ത്? എന്തെന്ത്? എന്ന് വെച്ചാൽ എന്താണ്? ശരി, ഇതൊരു സൗകര്യമാണ്. അതിൽ നിങ്ങളുടെ നിലവിലുള്ള ഓഹരികൾ നിങ്ങൾക്ക് പണയം വെക്കാൻ കഴിയും. പണയം വെച്ചവ ഈടായി നൽകി വായ്പ എടുക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ആ പണം ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യാൻ കഴിയുമോ? കഴിയും. വണ്ടർഫുൾ. ജീവിതത്തിലും ഇതാണ് സംഭവിക്കുന്നത്. ആളുകൾക്ക് എല്ലാ പവറുമുണ്ട്, പക്ഷെ അവരതറിയുന്നില്ല. തങ്ങൾക്ക് എന്താണുള്ളത് എന്നതിനെക്കുറിച്ച്. വാവ്, മാം നിങ്ങൾ ഫിലോസഫറാണോ? ഇപ്പോൾ ഞാൻ പോകുന്നു. മാം ബാക്കി ഡീറ്റെയിൽസ്? സ്ക്രീനിൽ നോക്കൂ. മാം